പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 15 അധ്യായത്തിൻ്റെ 52 വാക്യത്തിൽ, എന്നാൽ അന്ത്യകാഹള നാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നൊടിയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്ന് മധ്യാകാശത്തിലേക്കുള്ള കർത്താവിൻ്റെ വരവ്, കല്ലറകൾ തുറക്കുന്നത്, മരിച്ച വിശുദ്ധന്മാർ കല്ലറകളിൽ നിന്ന് എഴുന്നേറ്റ് കർത്താവിനോട് ചേരുന്നത്, ജീവനുള്ള വിശുദ്ധന്മാർ തങ്ങളുടെ താഴ്ചയുള്ള ശരീരം മഹത്വമുള്ളതായി രൂപാന്തരപ്പെട്ട് മധ്യാകാശത്ത് കർത്താവിനെ എതിരേൽക്കുന്നത്, ഇവയെല്ലാം ഒരു നിമിഷത്തിൽ അഥവാ നൊടി നേരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ആമേൻ. ഈ ഭാഗങ്ങളാണ് ഈ വാക്യത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വരവിനെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ, അന്ന് കർത്താവിൻ്റെ വരവിൽ സംഭവിക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ചുള്ള വളരെ ഗ്രാഹ്യമായ ഒരു ചിന്തയാണ് അപ്പോസ്തലനായ പൗലോസിലൂടെ, കൊരിന്ത്യർ ലേഖനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ നാം എത്രത്തോളം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുവാൻ, സ്തോത്രം, എത്രത്തോളം അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ ആമേൻ എത്രത്തോളം അത്യാവശ്യമാണെന്ന് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ എത്രത്തോളം നാം കർത്താവിനോട് അടുത്തിരിക്കുന്നു എന്നുള്ളതായ ചിന്തകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ടത് ആവശ്യമാണ്. ആസന്നമായ മഹത്വമേറിയ സംഭവത്തിനു വേണ്ടി നമുക്ക് എപ്പോഴും എങ്ങനെ ഒരുങ്ങിയിരിക്കുവാൻ കഴിയും, അഥവാ എപ്പോഴും ഒരുക്കമായിരിക്കുന്ന അവസ്ഥയിൽ ജീവിക്കുവാൻ കഴിയുമോ? അതെ, യഹോവയായ ഞാൻ അതിനെ സൂക്ഷിക്കും, ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും, ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കുമെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 27 അധ്യായത്തിൻ്റെ 3 മുതൽ ഉള്ളതായിരിക്കുന്ന ആ വാക്യങ്ങളിൽ കാണുന്ന പ്രചോദനമായ വാക്കുകളെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ദൈവത്തിൻ്റെ വിശുദ്ധന്മാർക്ക് അഥവാ ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതാണ് ആ 2 വാക്യത്തിൽ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 27 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ രാവും പകലും നമ്മെ സൂക്ഷിക്കാമെന്നും ക്ഷണം പ്രതി നമ്മെ നനയ്ക്കാമെന്നും കർത്താവ് വാഗ്ദത്തം തന്നിരിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? അഥവാ ക്ഷണം പ്രതി നനയ്ക്കുക എന്നത് ഏത് നിമിഷവും അഥവാ കർത്താവ് വരുവോളം ഹല്ലേലൂയ നമ്മുടെ മേൽ ആ അനുഗ്രഹങ്ങളും അഭിഷേകവും കൃപയും പകരുന്നു എന്നതിനെ വെളിപ്പെടുത്തുന്നതല്ലേ? ഒന്നുകൂടി പറഞ്ഞാൽ, കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം മനസ്സ് വെച്ച് ഒരുങ്ങിയിരിക്കും തോറും സർവശക്തനായ കർത്താവ് നമ്മുടെ മേൽ ആ ദൈവകൃപകളെ അനുദിനം ജീവിതത്തിൽ നമുക്ക് വേണ്ടി കൂടുതലായി കർത്താവ് നൽകി തന്നുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം നാം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. അത് ഏത് സമയത്തും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയ. എപ്പോൾ അത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല, പക്ഷേ ഏത് സമയത്തും അത് സംഭവിക്കാം. എന്നാൽ അതിനുവേണ്ടി ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ലോകസഹജമായ കാര്യങ്ങളെയൊക്കെ വെട്ടിപ്പിടിക്കുവാൻ ആർത്തിയോടെ ഞാൻ മുൻപോട്ട് പോകുമ്പോൾ, പ്രിയരെ, മറന്നു പോകരുത്, കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. അതെ, കർത്താവിൻ്റെ വരവ് ഏറ്റവും നമ്മുടെ മുൻപിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ വാതിൽക്കൽ എത്തിയിരിക്കുകയാണ് നാം ഓരോരുത്തരും. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൻ്റെ അതായിട്ടുള്ള കാര്യങ്ങളെ വെട്ടിപ്പിടിക്കുവാൻ തത്രപ്പാടോടുകൂടി വേഗം ഒരുങ്ങി മുമ്പോട്ട് പോകുമ്പോഴും ഇന്ന് പകൽ മറന്നു പോകരുത്. നമുക്ക് വേണ്ടി സ്തോത്രം, നമുക്ക് സ്തോത്രം, ഒരുങ്ങിയിരിക്കേണ്ടത് ആ കർത്താവിൻ്റെ വരവിൽ എത്രത്തോളം ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്, അത് നാം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സാമർഥ്യം കൊണ്ടോ വിശുദ്ധി കൊണ്ടോ കർത്താവിൻ്റെ വരവിൽ പോകാമെന്ന് നാം ഒരിക്കലും ചിന്തിക്കരുത്. സ്തോത്രം. നമ്മുടെ സാമർഥ്യത്തിനോ നാം കാട്ടിക്കൂട്ടുന്നതായ കാര്യങ്ങൾക്കോ അല്ല, നാം അവകാശവാദത്തോടെ ആയിരിക്കുന്ന വിശുദ്ധിക്കോ ഒന്നും കർത്താവിൻ്റെ വരവിൽ പോകാമെന്ന് ഒരിക്കലും ചിന്തിക്കേണ്ട. മാത്രമല്ല, കർത്താവിൻ്റെ വരവിൽ പോകണമെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ഹൃദയത്തോടെ, പൂർണ്ണമായിട്ടുള്ള ഒരുക്കത്തോടെ, സ്തോത്രം ചെയ്യുന്നു, യാഥാർത്ഥ്യമായ വിശുദ്ധിയും വേർപാടും, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ എന്ന് കർത്താവിൻ്റെ വചനം പറയുമ്പോൾ, സ്തോത്രം, അഴുക്കുള്ളവൻ, അശുദ്ധിയുള്ളവനൊക്കെ ആ അശുദ്ധിക്ക് വേണ്ടി മുൻപോട്ട് പോകുമ്പോൾ വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ വിശുദ്ധി എന്തിനാണ്? കർത്താവിൻ്റെ വരവിൽ പോകുന്നതിന് വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ നിശ്ചയമായിട്ടൊരു ഉറക്കം
ഒരുക്കം. 10 കന്യകമാരെ നോക്കൂ, 5 പേർ ബുദ്ധിയുള്ളവർ, 5 പേർ ബുദ്ധിയില്ലാത്തവർ. എന്നാൽ വിളക്കിൽ എടുത്തതോടുകൂടി എണ്ണ കരുതിയവർ അതിനെ സ്തോത്രം കർത്താവിൻ്റെ തൻ്റെ മണവാളൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി. സ്തോത്രം കാത്തിരിപ്പ്, ഒരു ഒരുക്കം അവരുടെ ജീവിതത്തിൻ്റെ മുൻകൂട്ടി ഒരു ബുദ്ധിയോടെ അവർ പ്രവർത്തിച്ചുവെങ്കിൽ പ്രിയരെ, എത്രത്തോളം നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്രത്തോളം ആകാംക്ഷയോടെ, എത്രത്തോളം ഒരുക്കത്തോടെ, എത്രത്തോളം വാഞ്ചയോടുകൂടി ആയിരിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ സാമർഥ്യം കൊണ്ടോ നാം അഭിമാനിക്കുന്ന നമ്മുടെ വിശുദ്ധി കൊണ്ടോ ഒന്നും ഇല്ല കർത്താവിൻ്റെ വരവിൽ പോകാമെന്ന് ചിന്തിക്കേണ്ട. സ്തോത്രം യാഥാർത്ഥ്യമായും യഥാർത്ഥമായും ക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ളൊരു ബന്ധത്തിൽ ഓരോ നിമിഷവും കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ കളങ്കങ്ങൾ പറ്റാതെ വിശുദ്ധിയോടെ മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് യേശു വരുമ്പോൾ നാം അവനെ എതിരേൽക്കും. ആകയാൽ നാം പ്രാപിച്ചിരിക്കുന്ന കൃപയെ സൂക്ഷിക്കുക, നമ്മെ തന്നെ സൂക്ഷിക്കുക, ആ കൃപമേൽ കൃപ പ്രാപിച്ചു കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കർത്താവിന് വേണ്ടി നമുക്ക് ഒരുങ്ങിയിരിക്കുവാൻ വളരെ സൂക്ഷ്മതയോടെ, കരുതലോടെ മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയ്ക്കുക. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് പകൽ ഞങ്ങൾ എത്രത്തോളം എൻ്റെ കർത്താവിൻ്റെ വരവിൽ സ്തോത്രം ഒരുക്കത്തിൻ്റെ ആവശ്യകത എത്രത്തോളം വലുതാണെന്ന് ഈ വചനങ്ങളിലൂടെ, വാക്യങ്ങളിലൂടെ ഒക്കെ സ്വർഗം ഞങ്ങളോട് സംസാരിച്ചല്ലോ കർത്താവേ. ലോകത്ത് ഞങ്ങളായിരിക്കുമ്പോൾ നിരവധി ആവശ്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് കർത്താവേ. അനവധി പ്രതിസന്ധികളെ അതിജീവിച്ച് ഞങ്ങൾ പോകുന്നവരാണ്. അതൊക്കെ കർത്താവെ ധാരണം ചെയ്ത് ഓരോ നിമിഷം ഞങ്ങൾ പോകുമ്പോഴും, അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വെട്ടിപ്പിടിക്കുമ്പോഴും ഇന്ന് പകൽക്കാലം ഞങ്ങൾ മറന്നുപോകാതെ കാത്തു സൂക്ഷിക്കേണ്ടതും, ഞങ്ങൾ മറന്നുപോകാതെ ഒരുങ്ങിയിരിക്കേണ്ടതും അങ്ങയുടെ ആ വരവിന് വേണ്ടിയാണല്ലോ. ഇവിടെ കാണുന്നതെല്ലാം താൽക്കാലികമെന്ന് അങ്ങയുടെ വചനം ഞങ്ങളെ ഉപദേശിക്കുമ്പോൾ നിത്യമായ ഒന്നിനു വേണ്ടി ദിവസങ്ങളിൽ കാത്തിരിപ്പാൻ, ഞങ്ങളുടെ ജീവിത വിശുദ്ധിയെ സൂക്ഷിക്കുവാൻ കർത്താവേ, ഞങ്ങളുടെ ആരോഗ്യം കൊണ്ടോ സാമർഥ്യം കൊണ്ടോ ഞങ്ങൾ അഭിമാനിക്കുന്ന ഞങ്ങളുടെ വിശുദ്ധി കൊണ്ടോ ഒന്നുമല്ല, കർത്താവിൽ ഒരു ഏകാഗ്ര ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങളിൽ ഒരു പുതിയ കൃപയെ ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ല ഞങ്ങളുടെ ജീവിതം കർത്താവേ. അപ്പച്ചാ, ഞങ്ങളെ തന്നെ സൂക്ഷിച്ച്, ഞങ്ങളെ തന്നെ കാത്തു സൂക്ഷിച്ച് കർത്താവിൻ്റെ വരവിൽ ആ ദൈവകൃപകളെ ഏറ്റെടുത്തുകൊണ്ട് അങ്ങയുടെ വരവിൽ എടുക്കപ്പെടുവാൻ, അതിനുവേണ്ടി ഞങ്ങൾ ഒരുക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ അഭിഷേകത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ പകർന്നാട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജീവിതങ്ങൾക്ക് ഈ മെസ്സേജ് അവരുടെ ജീവിതത്തിന്, അവരുടെ നിത്യതയ്ക്ക് ഒരു രൂപാന്തരമായി തീരട്ടെ കർത്താവേ. അതിനെക്കുറിച്ച് ചിന്തിച്ചൊരുങ്ങുവാൻ, മറ്റുള്ളവരെ ഒരുക്കിയെടുക്കുവാൻ ഞങ്ങളുടെ ഈ ജീവിത സ്തോത്രം ആയുസ് മുഴുവൻ ഹല്ലേലൂയ ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടുമ്പോഴും അങ്ങേക്ക് വേണ്ടി ചിലരെ നേടുവാനും സ്വർഗത്തിലെ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിച്ചാട്ടെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കുവാൻ കർത്താവിൻ്റെ വലിയ അഭിഷേകം ഞങ്ങളുടെ മേൽ പകർന്നാട്ടെ കർത്താവേ. അനേകരെ ഒരുക്കുവാൻ, ഞങ്ങൾക്കൊരുങ്ങുവാൻ ഒക്കെ കർത്താവ് ഈ ദിവസങ്ങളെ സഹായിച്ചാട്ടെ. പ്രാർത്ഥനകളെ കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.